പാലക്കാട് അകത്തേത്തറയിൽ കാട്ടാന ആക്രമണം. പ്രദേശവാസികളെ ഓടിച്ച ആനയെ വനപാലകരെത്തിയാണ് തുരത്തിയത്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട് ഗൂഗിൾ. പാലക്കാട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആന ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ അകത്തേത്തറ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നഗരത്തോട് ചേർന്ന സ്ഥലമല്ലേ? ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അകത്തേത്തറ ചെക്കിനിപ്പാടത്ത് ആന ഇറങ്ങിയത്. ഒറ്റയാൻ ഈ ഒരു മേഖലയിലൂടെ ഇറങ്ങി വരികയും പ്രദേശവാസികളെ വിരട്ടി ഓടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഭാഗ്യം കൊണ്ട് ഇവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിൽ ബാബു എന്ന് പറയുന്ന ചേട്ടന് ആനയെ കണ്ട് ഓടിയതോടെ ചെറിയ പരിക്കുകൾ വന്നിട്ടുണ്ട്. ചേട്ടൻ ഇന്നലെ എന്താണ് ഉണ്ടായത്? എന്താ വെച്ചാൽ ഞങ്ങളിവിടെ രാത്രി ആന വന്നു പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവര് വിളിച്ചിട്ടുണ്ടായിരുന്നു, തൊട്ട വീട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സമയത്ത് ആന ഇവിടെ നിൽക്കുന്നത് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ എന്താണ് നോക്കട്ടെ, ഞാനും ഈ വ്യക്തിയും മണിയേട്ടൻ പറഞ്ഞൊരു വ്യക്തിയും കൂടി വന്ന് ടോർച്ച് അടിച്ചിട്ട് നോക്കണ സമയത്ത് ആന ഞങ്ങളെല്ലാം മുടുക്കണ സമയത്ത് ഞാനും ഈ നിൽക്കുന്ന വ്യക്തിയും കൂടി ഇവിടെ പോകുന്നു. വേറൊരു വ്യക്തി അവിടെയും പോകുന്നു. ആ ഓടുന്ന ഓട്ടത്തിൽ ആന ആ ഷീറ്റ് അടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് കാട്ടിലേക്ക് ഫോറസ്റ്റുകാർ വന്നു, മെമ്പറെ വിളിച്ചു. മെമ്പർ വന്ന് മെമ്പർ ഫോറസ്റ്റുകാരനെ എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ കുറച്ച് 3:30 വരെ മെമ്പറും കൂടെ ഉണ്ടായിരുന്നു, ഫോറസ്റ്റുകാരും കൂടെ ഉണ്ടായിരുന്നു. ആന കണ്ട് ഓടിയിട്ടാണോ? ആന കണ്ട് ഓടിയിട്ടാണ് നമുക്ക് ഞാനും വീണത്. എന്റെ പരിക്കുകൾ പറ്റിയിരിക്കുന്നത് ആന ആയിട്ട് സംഭവിച്ചില്ല. ഞാൻ വീണയിലാണ് എനിക്ക് പരിക്ക് പറ്റിയത്. ആനയെ കണ്ട് പേടിച്ച് ഭയന്നിട്ടാണ് എനിക്ക് പരിക്ക് പറ്റിയത്. ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാ സ്ഥിരമായിട്ട് ഇവിടെ ആന ഇറങ്ങുന്ന ഒരു ശല്യം ഉണ്ടല്ലോ? അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇത് സ്ഥിരം തുടർക്കഥ തന്നെയാണ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഫോറസ്റ്റ് ഓഫീസിലും ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ചാനലുകളെല്ലാം ഇവിടെ വന്ന് ബൈറ്റും വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യവും ഈ ധോണി മേഖലകളിൽ PT7 എന്നുള്ള ആന ഇറങ്ങി എന്ന് പറഞ്ഞ് എല്ലാവരും ആ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും മാസങ്ങളോളം ഉറക്കൊഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിവിടുത്തെ അധികാരികളോട് ഞങ്ങൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതാണ്. അടിക്കാട് വെട്ടിത്തരണമെന്നൊരു ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് ലൈറ്റോ മര്യാദയ്ക്ക് ഒരു റോഡോ ഇല്ലാത്തതാണ്. വളരെ വയസ്സായിട്ടുള്ള ആൾക്കാരും കുട്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതൊരു SC കോളനി കൂടിയാണ്. ഇതുവരെ ഇവിടേക്ക് അങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മളത് ചോദിക്കുമ്പോൾ കേസിൽ കിടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്തിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാടുള്ളാരണോ ആനെ കാണാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി വന്നപ്പോൾ ഇതേ സ്പോട്ടിൽ വെച്ച് ഈ മറവിൽ തന്നെയാണ് ആന നിന്നിരുന്നത്. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലം ഈ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആന വളരെ അടുത്താണെങ്കിൽ കൂടി ഒരുപക്ഷെ അറിയാൻ കഴിയില്ല. തൊട്ടടുത്തെത്തുമ്പോൾ, ഈ വഴിയുടെ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമേ ആനയെ കാണാൻ കഴിയൂ. അങ്ങനെ വളരെ പെട്ടെന്ന് ഈ ആനയുടെ മുന്നിലേക്ക് ഇവരെത്തുന്നതും അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ അടിക്കാടുകൾ എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റണമെന്നാണ് ഈ പ്രദേശവാസികളുടെയും ആവശ്യം.